നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ പഞ്ചായത്തിലെ മുൻ അക്കൗണ്ടന്റും നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PB ബിനോയ്ക്ക് സസ്പെൻഷൻ. പ്രാഥമിക അന്വേഷണത്തിൽ ധനാപഹരണം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പഞ്ചായത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന് തുടർ പരിശോധനകൾ നടത്തുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വ്യക്തമാക്കി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ചെക്കുകളിലും ബില്ലുകളിലും കൃത്രിമം കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന പ്രാഥമികാന്വേഷണത്തിൽ ധനാപഹരണം കണ്ടെത്തിയതോടെയാണ് പഞ്ചായത്തിലെ മുൻ അക്കൗണ്ടന്റും നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ PB ബിനോയിയെ സസ്പെൻഡ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ കണക്കുകൾ പരിശോധിച്ചതിൽ ബിൽ രജിസ്റ്ററിൽ ചേർക്കാതെയും പേയ്മെന്റ് ഓർഡറോ പേയ്മെന്റോ പാസ്സാക്കാതെയും രജിസ്റ്ററിൽ എഴുതിയ തുക ചെക്കുകളിൽ തിരുത്തിയെഴുതിയും 3,66,570 രൂപ തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. ഇക്കാര്യം പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. പഞ്ചായത്തിലെ വിവിധ ചെലവുകൾക്ക് നൽകുന്ന ചെക്കുകളിൽ 10,000 രൂപയുടെ തിരുത്തലുകളായിരുന്നു ഇയാൾ നടത്തിയിരുന്നത്. ഇത്തരത്തിൽ ബിനോയ് നടത്തിയിട്ടുള്ള 19 ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തിയാണ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത്. സാമ്പത്തിക തട്ടിപ്പ് നടന്ന സംഭവത്തിൽ പഞ്ചായത്തിലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യമായ നടപടികൾ സമയബന്ധിതമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിങ്ങൾ ജനങ്ങളിവിടെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർത്തീകരിക്കുക, അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഞങ്ങളിപ്പോൾ വിളിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ ധനകാര്യ കമ്മിറ്റി കൂടി റിപ്പോർട്ട് JDക്ക് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ടോ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. 1 രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് അഴിമതി നടത്തിയിട്ടുള്ള ഒരു ജീവനക്കാരി അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ നിയമ നടപടികൾക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ധനകാര്യ കമ്മിറ്റി ഇന്ന് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. കണക്കുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയപ്പോൾ തന്നെ 2 തവണ ഇത് സംബന്ധിച്ച് ജോയിന്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ 8 ലക്ഷത്തിലധികം രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് പുറത്തുവരികയായിരുന്നു. വിഷയത്തിൽ കൃത്യമായ ഇടവേളകളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടുകയും ആവശ്യമായ തീരുമാനങ്ങൾ അപ്പോൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തട്ടിപ്പ് പഞ്ചായത്തിലെ ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നും മറ്റു ജീവനക്കാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും തുടർന്നും പരിശോധന നടത്തുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വൈസ് പ്രസിഡന്റ് D ജയകുമാർ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, അജീഷ് മുതുകുന്നേൽ എന്നിവർ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, നെടുങ്കണ്ടം.